നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വൈദ്യുതി ചാർജ് വർധന ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിന് പണം കണ്ടെത്താനെന്ന് രമേശ് ചെന്നിത്തല. അഴിമകം കാട്ടിലപ്പള്ളിയിൽ കാൽപാദം പുലിയുടേതെന്ന് നിഗമനം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPI പ്രതിഷേധ ചോല. കൂട്ടുകാർക്കൊപ്പം ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. തിരുനാവായ എടക്കുളം റെയിൽവേ മേൽപ്പാലത്തിനരികിലെ പൊന്തക്കാടുകൾ വെട്ടിമാറ്റി മാതൃകയായി പ്രദേശം. മൂന്ന് തലമുറ ഒരുമിച്ച് നൃത്തം വെച്ച ചരിത്ര മുഹൂർത്തം. താന്നൂർ ശോഭപ്പറമ്പിൽ കാണികളെ ആവേശം കൊള്ളിച്ച നൃത്തമാണ്. വിശദമായ വാർത്തകൾ. വൈദ്യുതി ചാർജ് വർധന ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിന് പണം കണ്ടെത്താനാണെന്ന് രമേശ് ചെന്നിത്തല. അഴിമതിയുടെ കൂത്തരങ്ങായി കേരളം മാറിയെന്നും തുടർ ദിവസങ്ങളിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ കൂടുതൽ അഴിമതി കഥകൾ വെളിപ്പെടുത്തുമെന്നും AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരൂരിലെ വൈദ്യുതി ഓഫീസിലേക്ക് തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഉപഭോക്താക്കളെ മുഴുവൻ പിഴിഞ്ഞ് അതിൽ നിന്ന് പണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വൻ കൊള്ള നടത്താൻ വേണ്ടിയിട്ടാണ് ഈ വൈദ്യുതി ചാർജ് വർധനവിന് എത്തിച്ചിരിക്കുന്നത്. ദീർഘകാല കരാർ റദ്ദ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ വൈദ്യുതി ചാർജ് വർധനവുണ്ടാവില്ല. അപ്പോൾ അദാനിക്കും അംബാനിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റായി കേരള ഗവൺമെന്റ് മാറുന്നു. പിണറായി വിജയന്റെ ഭരണത്തിന് ഇനി 15 മാസം കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് കടുംവെട്ട് നടത്തുകയാണ്. കൊള്ളയാണ് നടക്കുന്നത്. എല്ലാ രംഗത്തും കൊള്ള. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഈ വൈദ്യുതി വർധനം ഉണ്ടാക്കിയത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടി പണമുണ്ടാക്കാൻ അദാനിക്കും ജിന്തലിലും ഇന്ത്യയിലെ വൈദ്യുതി നിർമ്മാണ ഭീമന്മാർക്ക് അവസരം കൊടുത്തുകൊണ്ടാണ് ഈ കൊള്ള നടക്കുന്നത്. ഇനിയും ജനുവരി 1 ആകുമ്പോൾ 16 പൈസ കൂടിയതിനുൾപ്പെടെ 12 കൂടെ കൂട്ടാൻ പോകുന്നു. എന്നിട്ടും വൈദ്യുതി ബോർഡ് നഷ്ടമാണ്. വൈദ്യുതി ബോർഡിന് വെള്ളാനയായി മാറുന്നു. കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിച്ച് ഇവര് വെള്ളക്കരം വർദ്ധിപ്പിച്ചു, ഇവരെ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു, ബസ് ചാർജ് എത്രയോ തവണ വർദ്ധിപ്പിച്ചു. ഇവര് വർദ്ധിപ്പിക്കാത്തത് നമ്മൾ ശ്വസിക്കുന്ന വായു മാത്രമാണ്. ആ വായുവിന് മാത്രമാണ് ഈ ഗവൺമെന്റ് നികുതി ഏർപ്പെടുത്താത്തത്. അഴിമുഖം കാട്ടിലപ്പള്ളി പ്രദേശത്ത് പുലിയെ കണ്ടതായി പറയുന്നു. കാട്ടിലപ്പള്ളി സ്വദേശിയും മത്സ്യത്തൊഴിലാളിയുമായ സെയ്തുവാണ് ശനിയാഴ്ച വൈകിട്ട് രാത്രിയിൽ പുഴയുടെ തീരത്ത് പുലിയെ കണ്ടതായി പറയുന്നത്. പുറത്തൂർ പഞ്ചായത്ത് അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവം ഉള്ളതാണ്, ഞാൻ കണ്ടതുമാണ്. പലരും കണ്ടിന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചിരിക്കേനെ. ഞാനൊരു 7 മണി ആവാനായിക്കണ് വൈകിട്ട്. അപ്പോഴാണ് കണ്ടത്. ഒരു 30 മീറ്റർ അകലേ ഉള്ളൂ ഞങ്ങളെ മുമ്പിൽ. അപ്പം മരത്തുമ്മ കയറി കിടക്കുകയാണ്. പുറമേ ലൈറ്റ് വെളിച്ചമുണ്ടായിരിക്കണം, ലൈറ്റുകളെല്ലാം കത്തിച്ചിടല്ല. പിന്നെ രാത്രി ഒരുപാട് വൈകിട്ട് പുറമേയുള്ള സഞ്ചാരങ്ങൾ നമ്മൾ മാക്സിമം ഒന്ന് കുറയ്ക്കുക. പിന്നെ എന്തെങ്കിലും ശബ്ദവും ഇതൊക്കെ കേൾക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പെട്ടെന്ന് ആ ശബ്ദം കെട്ടത്തേക്ക് ഓടി വരാതെ നമ്മൾ പുറമേ ദൂരെ നിന്ന് വീക്ഷിക്കുക. വെളിച്ചം കയ്യിലുണ്ടായിരിക്കുക, ടോർച്ച് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ വെളിച്ചം ഉണ്ടെങ്കിൽ ആ ശബ്ദം കേൾക്കുന്നത് വെളിച്ചടിച്ച് കഴിഞ്ഞാൽ ആ കണ്ണിനകത്ത് അടിച്ചിട്ട് അതിനൊരു പേടി വരും ഏത് മൃഗത്തിനായാലും.
മാസങ്ങൾക്കു മുമ്പും അഴിമുഖം, നായർത്തോട് പ്രദേശങ്ങളിൽ പുലിയെ കണ്ടതായി പറഞ്ഞിരുന്നെങ്കിലും വിദഗ്ധരടങ്ങിയ സംഘം നടത്തിയ പരിശോധനയിൽ കാട്ടുപൂച്ചയെന്നാണ് കണ്ടെത്തിയിരുന്നത്. ശനിയാഴ്ച മത്സ്യത്തൊഴിലാളിയായ സെയ്തു മത്സ്യബന്ധനത്തിനായി പോകുമ്പോഴാണ് 30 മീറ്റർ അകലെ പുലിയെ മരത്തിൽ കണ്ടതായി പറയുന്നത്. സംഭവം ഉള്ളതാണ്, ഞാൻ കണ്ടതുമാണ്. പിന്നെ മല അരുകൂരിട്ടിട്ടേ അവിടെ നിന്നിരുന്നു. ഒരു 30 മീറ്റർ അകലേ ഉള്ളൂ ഞങ്ങളെ മുമ്പിൽ. അപ്പം മരത്തുമ്മ കയറി കിടക്കുകയാണ്. കരിനായ്ക്കളെ കുടിച്ചിരുന്നേ ആണ് ഇത് പുറപ്പെട്ടത്. അപ്പം ഇങ്ങനെയാണ് കാണാൻ ഇടവന്നത്. ഇലക്കെ കാണൂല, അത് കുടിച്ച് നിന്നിട്ട് പോവുകയും ചെയ്യും. സ്ഥിരം അങ്ങനെ ഉണ്ടാവലുണ്ട്. പക്ഷെ എന്താണ് ഏത് ജീവിയാണ് കൊല്ലുന്നുണ്ടെന്നുള്ളത് അറിയില്ലല്ലോ. ഇപ്പം നായ്ക്കളൊക്കെ കൊന്നിട്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരാണ്. ഒന്നിനെ ഇവിടെ കുഴിച്ചിട്ട് ഇവിടെ മൂടിയിട്ട് ആ കുഞ്ഞിൽ, പിന്നെ ഒന്നിന് അവർ പകുതി നിന്നിട്ട് പകുതി ഇട്ടുകൊണ്ട് പോയി. അതൊക്കെ ഒരു മാസങ്ങൾ മുമ്പാണ്. പിന്നെ പലരും കണ്ടിന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചിരിക്കേനെ. ഞാനൊരു 7 മണി ആവാനായിക്കണ് വൈകിട്ട്. കാൽപാദം പുലിയുടേതാണെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെന്ന് പുറത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹ്റ ആസിഫ് പറഞ്ഞു. നമ്മളെ പ്രദേശത്തുള്ള ആളുകൾ പുലിയുടെ കാൽപ്പാട് കണ്ടിട്ടും പുലിയെ കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ച് അവർ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ കാൽപാദം കണ്ടപ്പോൾ അത് പുലിയുടേതാണെന്നാണ് അവരുടെ പ്രാഥമിക നിഗമനം. ആദ്യഘട്ടത്തിൽ ക്യാമറ സ്ഥാപിക്കുമെന്നും പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും പുറത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ KT പ്രശാന്ത് പറഞ്ഞു. മറ്റൊരു കാര്യം പറയാനുള്ളത്, ആളുകൾ ഇങ്ങനെ ഭയചികിതരായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ഇത് പുലിയുടെ ഒരു രീതി വെച്ചിട്ട് ഒരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ അക്രമകാരിയാവില്ല എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. പരമാവധി തദ്ദേശീയരായ ആളുകൾ വീടുകളിൽ ലൈറ്റൊക്കെ ഇട്ട് വയ്ക്കുക, ഇരുട്ടുള്ള സമയത്ത് പുറത്തിറങ്ങി നടക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരു അവയർനെസ് കൊടുക്കാനാണ് ഡിപ്പാർട്ട്മെന്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതൊരു പുലിയുടെ കാൽപാദത്തിനോട് സാമ്യമുണ്ട് എന്നുള്ളത് ഇന്നലെയാണ് അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് കുറച്ചുകൂടി പരിശോധന നടത്തണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ക്യാമറ ഒക്കെ വെച്ച് അതിന് സാന്നിധ്യം ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. തിങ്കളാഴ്ച ഉച്ചയോടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വീണ്ടും പ്രദേശത്തെത്തി ക്യാമറ സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അതിനേക്കാളും പ്രകാശമുള്ള ഒരു മനസ്സിലാക്കും. അപ്പം അങ്ങനെയുള്ള ജാഗ്രതകൾ നമ്മൾ എടുക്കുക. കേരള ജനതയോട് മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരെ CPI എടപ്പാൾ കമ്മിറ്റി പ്രതിഷേധ ജ്വാല തീർത്തു. EV അനീഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി പ്രഭാകരൻ നടവട്ടം ഉദ്ഘാടനം ചെയ്തു. കേരള ജനതയോട് മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരെ CPI എടപ്പാളിൽ പ്രതിഷേധ ജ്വാല തീർത്തു. നിരവധി പ്രവർത്തകരാണ് ജ്വാലയിൽ പങ്കാളികളായത്. പരിപാടിയിൽ T. ശ്രീകുമാർ, ഡോക്ടർ സായ്, രാജൻ അയലക്കാട്, സതീശൻ ശുഖപുരം, സക്കീർ, K. ഹംസ, KV ഉണ്ണികൃഷ്ണൻ, നവാസ്, ഷൺമുഖൻ വട്ടക്കുളം, മണി വെള്ളറമ്പ് എന്നിവർ സംസാരിച്ചു. അന്നം തിന്നും മനുഷ്യർക്കെല്ലാം അന്നം തിന്നും മനുഷ്യർക്കെല്ലാം തിരിച്ചറിയാം തിരിച്ചറിയാം തിരിച്ചറിയുന്നൊരു ഈ നാട്, കേരളമെന്നൊരു ഈ നാട്. വെട്ടന്യൂസ് എടപ്പാൾ. കൂട്ടുകാർക്കൊപ്പം ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. കൽപ്പകഞ്ചേരി പറവന്നൂർ സ്വദേശി സുബ്രഹ്മണ്യനാണ് മുങ്ങി മരിച്ചത്. ഇന്നലെ വൈകിട്ട് 4-ന് തിരുനാവായ ബന്ദർകടവിൽ കുളിക്കാനിറങ്ങിയ സുബ്രഹ്മണ്യൻ മുങ്ങിപ്പോവുകയായിരുന്നു. നാട്ടുകാർ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് തിരൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി 1 മണിക്കൂറോളം വെള്ളത്തിൽ തിരഞ്ഞാണ് 8 മീറ്റർ താഴ്ചയിൽ നിന്നും കണ്ടെത്തിയത്. ഭാര്യ ഷർമിള, മക്കൾ ജിത്തു, ജ്യോതി, സഹോദരങ്ങൾ നാരായണൻ, ദാമോദരൻ, ഭാസ്കരൻ, ഷൺമുഖൻ, സീത. സംസ്കാരം തിങ്കളാഴ്ച നടക്കും. വെട്ടന്യൂസ് തിരുനാവായ എടക്കുളം റെയിൽവേ മേൽപ്പാലത്തിനരികിലെ ഡ്രൈവർമാരുടെ കാഴ്ച മറക്കുന്ന രീതിയിൽ വളർന്ന പൊന്തക്കാടുകൾ നീക്കി മാതൃകയായി എടക്കുളത്തെ സാമൂഹ്യ പ്രവർത്തകർ.
എടക്കുളം ദിനേന നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന തിരുനാവായ റെയിൽ മേൽപ്പാലത്തിൽ പൊന്തക്കാടുകൾ പടർന്നു പന്തലിച്ച് റോഡിലേക്ക് ഇറങ്ങിയത് കാരണം വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും വലിയ പ്രയാസമാണ് സൃഷ്ടിച്ചിരുന്നത്. അപകടം പതിയിരിക്കുന്ന വളവാണ് ഇവിടെയുള്ളത്. അതിനിടയ്ക്കാണ് ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്ന പൊന്തക്കാടുകളും നടപ്പാത ഇല്ലാത്തത് കാരണം കാൽനട യാത്രക്കാർ കൈവരിക്ക് സമീപത്തു കൂടെയായിരുന്നു നടന്നിരുന്നത്. കൈവരിക്ക് സമീപം പൊന്തക്കാടുകൾ വളർന്നതുകൊണ്ട് നടത്തം റോഡിലൂടെയായി. ഇത് അപകട സാധ്യത കൂടുതലാക്കി. തിരുനാവായ റെയിൽവേ മേൽപ്പാലം ആരംഭിക്കുന്ന ഈ സ്ഥലത്ത് മണലും മണ്ണൊക്കെ വന്ന് അടഞ്ഞിട്ട് അതിൽ പുൽച്ചെടികൾ മുളച്ച് വലിയ കാടും പൊന്തായിരുന്നു. അതുകൊണ്ട് വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും വളരെയധികം പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ ഈ സൈഡ് വരി കാണാത്തതുകൊണ്ട് നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി യാത്ര സുഖകരമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മനസ്സിലാക്കിയതുകൊണ്ട് എടക്കുളത്തെ പൊതുപ്രവർത്തകനായ CV ഷാജിയും സുഹൃത്ത് ഇബ്രാഹിം കുട്ടിയും സേവന പ്രവർത്തനത്തിനിറങ്ങി മാതൃകയായി. വെട്ടൻ ന്യൂസ് തിരുനാവായ. താനൂർ ശോഭപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി മഹോത്സവത്തിന്റെ ഭാഗമായി വൈദിക വിചാര സമിതിയുടെ നേതൃത്വത്തിൽ മെഗാ സെമി ക്ലാസിക്കൽ നൃത്ത മാമാങ്കം സംഘടിപ്പിച്ചു. 3 തലമുറ ഒരുമിച്ച് നൃത്തം വെച്ച ചരിത്ര മുഹൂർത്തം താനൂർ ശോഭപ്പറമ്പിൽ കാണികളെ ആവേശം കൊള്ളിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.